ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ രോഹിത്തിൻ്റെ പേരിലിരിക്കുന്ന സത്യാമ്മയുടെ സ്വത്തുക്കളെല്ലാം രോഹിത്തിനെ കൊണ്ട് ഉപേന്ദ്രൻ്റെ പേരിൽ എഴുതി കൊടുക്കുന്ന മാതിരിയുള്ള ആധാരം രജിസ്റ്റർ ചെയ്യുന്ന പരിപാടിയാണ് ശാലിനി അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉപേന്ദ്രൻ്റെയും സുസ്മിതയുടെയും വാക്ക് കേട്ട് സത്യാമ്മയെ വഞ്ചിച്ച് ആ വീടും പറമ്പും എല്ലാം രോഹിത്തിൻ്റെ പേരിൽ എഴുതിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് സത്യാമ്മയ്ക്ക് ആ സ്വത്തുക്കളെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് രോഹിത്തിനും ശ്യാമയ്ക്കും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് രോഹിത്തും ശ്യാമയും ഭയങ്കര സങ്കടത്തിലാണ്. ശാലിനി രോഹിത്തിനെയും ശ്യാമയും പലതും പറഞ്ഞ് മനസ്സിലാക്കി ഒടുവിൽ രോഹിത്ത് അത് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടുപേരുടെ ഇതിൽ സൈൻ ചെയ്യാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സാക്ഷിയായിട്ട് സുസ്മിത പോയി സൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടുത്തത് നിന്റെ ഊഴവാണെന്നും പറഞ്ഞ് ശാലിനിയെ കൊണ്ട് സൈൻ ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് സുസ്മിത എന്തെല്ലാം ശാലിനിയെ ആക്ഷേപിക്കാവോ അതൊക്കെ ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ശാലിനിയുടെ മുഖത്ത് ഒരു സമാധാനപരമായ ഒരു പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിയുടെ മറവിൽ എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് ഇവർക്കാർക്കും അറിയില്ല. അങ്ങനെ ആ ആധാരം എഴുതിയത് ആ രജിസ്ട്രാർ എല്ലാവരെയും വായിച്ച് കേൾപ്പിക്കുവാണ്. ഉപേന്ദ്രനും സുസ്മിതയും ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ട് വരുമ്പോൾ അവർ വലിയ സന്തോഷത്തിൽ തന്നെ നിൽക്കുവാണ്. എന്നാൽ ഇനിയാണ് കളിയുടെ ട്വിസ്റ്റ് മാറുന്നത്. പെട്ടെന്ന് പേരുകൾ മാറാൻ തുടങ്ങി. ഡി ദേശത്ത് വടക്കേ മുറിയിൽ ഭാമവിലാസം വീട്ടിൽ അച്യുതൻ നായർ മകൻ രാഘവൻ നായർക്ക് 68 വയസ്സ് എഴുതി കൊടുക്കുന്ന. ഇത്രയും വായിച്ചപ്പോഴേ ഉപേന്ദ്രൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി സുസ്മിതയും ഉപേന്ദ്രനും. ഉപേന്ദ്രൻ ചോദിക്കുന്നു, നിങ്ങൾ എന്താ വായിച്ചത്? അച്യുതൻ നായർ മകൻ രാഘവനോ? ഉപേന്ദ്രൻ എന്നാണ് എഴുതേണ്ടത്, നിങ്ങൾക്ക് പേര് തെറ്റി, നിങ്ങൾ വായിച്ച വീട്ടുപേരും തെറ്റാ. അത് കേൾക്കുമ്പോൾ ശാലിനി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എന്നാലേ ആധാരം എഴുതി തയ്യാറാക്കിയിരിക്കുന്ന അങ്ങനെയാ എന്നാ വന്ന ഓഫീസർ പറയുന്നുണ്ട്. എനിക്കതല്ലേ വായിക്കാൻ പറ്റൂ. പെട്ടെന്ന് ഉപേന്ദ്രൻ ആ ആധാരം വാങ്ങിച്ച് വായിച്ച് നോക്കുന്നുണ്ട്. സുസ്മിത ഇങ്ങനെ മൃഗസ്യാന്നും പറഞ്ഞ് നിൽക്കുവാണ്. നമ്മുടെ ശാലിനി പടയപ്പ പോസിൽ ഇങ്ങനെ ചെയറിൽ ഇങ്ങനെ കാലും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉപേന്ദ്രൻ ശാലിനിയോട് ചോദിക്കുന്നു, ചതിക്കുമായിരുന്നു ഞങ്ങളെ അല്ലേ? അതെ, പിന്നെ നീയൊക്കെ എന്ത് കരുതി? നീയൊക്കെ പറയുന്നത് കേട്ട് ഫൈന് എല്ലാം കൂടെ എഴുതി കൈവെള്ളയിലോട്ട് അങ്ങോട്ട് വെച്ച് തരുമെന്നോ? അത് കേൾക്കുമ്പോൾ ശ്യാമയുടെയും രോഹിത്തിൻ്റെയും മുഖത്ത് അപ്പോഴാണ് ഒരു സന്തോഷം വന്നത്. ഇതിൻ്റെ പേരിൽ താനും ഇവളും കാണിച്ച ചതിയുടെ 1% പോലും ഞാൻ നിങ്ങളോട് തിരിച്ച് കാണിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ ഗുണ്ടായിസം കാണിക്കാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ എനിക്ക് പിന്നെ പലതും ഇവിടെ പ്രവർത്തിച്ച് കാണിക്കേണ്ടി വരും. കലി കൊണ്ട് തുള്ളി വിറച്ച് നിൽക്കുവാണ് സുസ്മിത. ഒരൊറ്റയൊരെണ്ണത്തിനെ ഇവിടുന്ന് പോകാൻ അനുവദിക്കരുത്. കളക്ടർ അടക്കം എല്ലാത്തിനെയും ബന്ദിയാക്കിയിട്ട് ഇത് നമ്മൾ പറയുന്ന പോലെ എഴുതിപ്പിച്ചിട്ടേ ഇതുങ്ങളെ വിടാവുള്ളൂ. അത് കേട്ട് ചിരിച്ചോണ്ട് ശാലിനി ഉപേന്ദ്രൻ്റെ കയ്യിൽ നിന്നും ആ ആധാരം എഴുതിയത് ഫയലിങ് മേടിക്കുവാണ്. എന്നിട്ട് സുസ്മിതയോട് ചോദിക്കുന്നു, നീ എന്തിനു ഒരുങ്ങിത്തന്നെ ഇരിക്കുവാണ് അല്ലേ? ജില്ല ഭരിക്കുന്ന കളക്ടറും ചതിയുടെ പാത സ്വീകരിക്കുമ്പോഴേ അപ്പോൾ അതിലും വലിയ കെണിയൊരുക്കിയെങ്കിലല്ലേ പറ്റൂ. ഇനി നീയൊക്കെ ഇവിടുന്ന് അനങ്ങണമെങ്കിൽ ഈ സുസ്മിത വിചാരിക്കണം. അടങ്ങി ഒതുങ്ങി വന്ന് നിന്നപ്പോൾ കളക്ടറമ്മ അങ്ങ് തലേ കയറുവാണ് അല്ലേ? ഇനി ഇവിടെ നീ കാണാൻ പോകുന്നത് ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന ആക്ഷൻ രംഗങ്ങളായിരിക്കും. ഞാൻ പറയുന്ന രീതിയിൽ ആധാരം തയ്യാറാക്കി ഉപേന്ദ്രൻ്റെ പേരിൽ കൊടുക്കാതെ ഒരൊറ്റയൊരെണ്ണം ഇവിടുന്ന് ജീവനോടെ പോകാമെന്ന് കരുതണ്ട. ഇതൊക്കെ കേട്ട് ശാലിനി അങ്ങ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. പെട്ടെന്ന് സുസ്മിത ശാലിനിയുടെ കയ്യിൽ നിന്ന് ആ ആധാരം എഴുതിയ ഫയൽ അങ്ങ് വാങ്ങിക്കുവാണ്. ഇപ്പോൾ താൻ വായിച്ചില്ലേ രാഘവൻ നായർക്ക് രോഹിണി മകൻ രോഹിത്ത് എഴുതി കൊടുക്കുന്ന ആധാരമെന്ന്? അത് ഞാനങ്ങ് കത്തിച്ച് കളയാൻ പോവുക. എന്നിട്ട് ഇനി എഴുതി ഒപ്പിടുന്ന ആധാരമായിരിക്കും രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഈ എഴുതി ഉണ്ടാക്കിയ ആധാരത്തിന് നമുക്കൊന്ന് അഗ്നിശുദ്ധി വരുത്താം. എന്തു നല്ല കാര്യവും അഗ്നിശുദ്ധി വരുത്തിയല്ലേ ചെയ്യാറുള്ളത് എന്നൊക്കെ സുസ്മിത പറയുമ്പോഴും ശാലിനിയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ല. ശാലിനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നല്ല ധൈര്യത്തെ നിൽക്കുവാണ്. അങ്ങനെ ഉപേന്ദ്രനും സുസ്മിതയും ചേർന്ന് ആ ഫയൽ അങ്ങോട്ട് കത്തിക്കാനായിട്ട് ഒരുങ്ങുവാണ്. സുസ്മിത ലൈറ്റർ അങ്ങോട്ട് കത്തിച്ചിങ്ങനെ പിടിക്കുമ്പോൾ സ്റ്റോപ്പ് ഇറ്റ് എന്നും പറഞ്ഞ് തോക്ക് ചൂണ്ടി ഒരു വനിതാ പോലീസ് ഓഫീസർ അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനി എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ വഴികളും നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം സുസ്മിതയ്ക്ക് വേണ്ടി എല്ലാ വഴികളും അടച്ചു തന്നെയാണ് ശാലിനി ഇതിനകത്ത് നല്ല പുഞ്ചിരിയോടെ നല്ല ധൈര്യത്തെ ഇരുന്നത്. സുസ്മിതയെ നേരത്തെ പല പ്രാവശ്യം അറിയാവുന്ന ഉദ്യോഗസ്ഥയായതുകൊണ്ട് സുസ്മിതയുടെ സകല തട്ടിപ്പും വെട്ടിപ്പും അവർക്കറിയാം. നേരെ തോക്ക് കൊണ്ടുവന്ന് സുസ്മിതയുടെ നെറ്റിക്ക് വെച്ചിട്ടാണ്, നീ ഇവിടെ കിടന്ന് കൂടുതൽ ഷോ കാണിച്ചാലേ ഞാനിതങ്ങോട്ട് പൊട്ടിച്ചു കളയും, നിൻ്റെ ഈ കുരുട്ടുബുദ്ധി നിറച്ച പേട്ടത്തല. ഇത്രയും വീരവാദമൊക്കെ അടിച്ച സുസ്മിത നിന്ന് വിറയ്ക്കുന്നുണ്ട്. പേടിച്ച് വിറച്ച് ഉപേന്ദ്രനും അവിടെ നിൽക്കുന്നുണ്ട്.
ശാലിനി വന്ന് സുസ്മിതയുടെ കയ്യിൽ നിന്ന് ആ ഫയലിങ് മേടിച്ചിട്ട് പറയുന്നു, ഇതേ സത്യമുള്ള മുതലാ. അർഹതപ്പെട്ടവരുടെ കൈകളിൽ ഇത് എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന മുതൽ. ഇത് ചേരേണ്ടവരുടെ കയ്യിൽ തന്നെ ചെന്ന് ചേരുകയും ചെയ്യും. അല്ല സുസ്മിതേ, നീ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന ആക്ഷൻ രംഗങ്ങളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്നോ? പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് നീ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അല്ലേ സുസ്മിതേ? സുസ്മിതയും ഉപേന്ദ്രനും ആകെ തകർന്ന് തരിപ്പണം പോലെ അങ്ങനെ നിൽക്കുവാണ്. ഇപ്പം മനസ്സിലായോ സുസ്മിതേ, നിന്റെ ബുദ്ധിയും എൻ്റെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം? ഇതിൽ നിന്ന് നീ എന്ത് മനസ്സിലാക്കി സുസ്മിതേ? നീ ചിന്തിക്കുന്നതിനും അപ്പുറം ഈ ഭൂമി മലയാളത്തിൽ ചിന്തിക്കുന്നവരുണ്ടെന്ന് നീ മനസ്സിലാക്കിയോ? എടി സുസ്മിതേ, നീ വെറും സീറോയാടി, ബിഗ് സീറോ. അത് നീ എന്ന് മനസ്സിലാക്കുന്നോ സുസ്മിതേ, അന്നേ നീ നന്നാകത്തുള്ളു. പിന്നെ എൻ്റെ ഈ തല ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് മൊത്തത്തിൽ അരച്ച് കലക്കി കുടിച്ച തലയാടിയത്. നീയൊക്കെ തപസ്സിരുന്നാൽ പോലും കിട്ടാത്ത കിട്ടാക്കനി IAS. ഇനി നേർക്കുനേർ വരുമ്പോഴേ നീ ചുമ്മാതെങ്കിലും ഈ അക്ഷരങ്ങളൊന്ന് ഓർക്കണം. നിന്റെ ഈ കൊത്താൻ വരുന്ന അഹങ്കാരത്തിൻ്റെ പത്തിയുണ്ടല്ലോ, അത് തന്നെ താനേ അങ്ങ് താന്നോളും. ഉപേന്ദ്രൻ ആ വനിതാ പോലീസ് ഓഫീസറോട് പറയാം, മേഡം ഇതിപ്പോൾ എൻ്റെ 15 കോടിയാണ് ഈ സ്ഥലത്തിൽ പോയി കിടക്കുന്നത്. ഇതിൽ എനിക്ക് നഷ്ടപ്പെട്ടത്. ഇതിനാര് സമാധാനം പറയും? ചതിച്ചപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചതിച്ചതിപ്പോൾ എന്നെയാണ്. ചതിയിലൂടെ നീയൊക്കെ സ്വന്തമാക്കിയത് മറ്റൊരു ചതിയിൽ കൂടി അവരതങ്ങ് സ്വന്തമാക്കിയെന്ന് മാത്രം നീ അങ്ങ് കരുതിയാൽ മതി എന്ന് ആ ഓഫീസറും പറയുന്നുണ്ട്. ഈ വീട് കിട്ടിയിട്ടേ കുറേ അധികം കളികളൊക്കെ നീയൊക്കെ കളിച്ചില്ലേ? അതെല്ലാം എൻ്റെ മേശപ്പുറത്തിരിപ്പുണ്ട് തെളിവ് സഹിതം. ഞാനതൊന്ന് മുറുക്കി പിടിച്ചാലേ നിൻ്റെ മലേഷ്യയിലുള്ള സകല സ്വത്തുക്കളും വിറ്റ് പെറുക്കി കൊണ്ടുവരണം ഇവിടെ പിഴയടയ്ക്കാൻ. ആ സാഹസം ഉണ്ടല്ലോ, അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഉപേന്ദ്രനെ പത്തി അങ്ങ് താന്ന് നമ്മുടെ ശാലിനി നല്ല സന്തോഷത്തിൽ നിൽക്കുവാണേ. ഇനി ഈ വീട് രാഘവൻ നായരുടേതാണ്. ഈ വീട്ടിൽ ഇനി നിങ്ങൾക്കാർക്കും ഒരവകാശവും ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാ എല്ലാവരും കൂടെ പോരുവല്ലേ? ഉപേന്ദ്രനോട് പറയുക, ഈ ഇരുമ്പ് കച്ചവടക്കാരുണ്ടല്ലോ, ഇവരെയും ഇവരുടെ ഈ പണിയായുധത്തെയും കൂടെ ചേർത്ത് ഞാനങ്ങ് കൊണ്ടുപോവുക. ഇവരെന്താണോ പറയുന്നത് ആ വഴിക്കായിരിക്കും ഇനി കേസിൻ്റെ പോക്ക്. ഇവരെയൊക്കെ പിടിച്ച് ആ ജീപ്പിൽ കയറ്റ് എന്നാ മേഡം പറയുമ്പോൾ കൂടെ വന്ന പോലീസുകാരൊക്കെ അവരെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സുസ്മിതയുടെയും ഉപേന്ദ്രൻ്റെയും ഗുണ്ടകളെല്ലാം കൂടും കുടുക്കിയെടുത്ത് ദാണ്ടതാ പോലീസ് വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. ആ വനിതാ SI പറയുന്നു, ആ പോയവരുണ്ടല്ലോ അവരുടെയൊക്കെ മൊഴിയിലായിരിക്കും നിങ്ങളുടെയൊക്കെ ഇനി ഭാവി പരിപാടി. സന്തോഷത്തോടെ സകലതും വെട്ടിപ്പിടിച്ച സന്തോഷത്തോടെ തന്നെ ശാലിനി ഇങ്ങനെ സുസ്മിതയെ നോക്കുവാണ്. സുസ്മിത നോക്കുന്ന നോട്ടം കാണണം. ശാലിനിയെ പച്ചയ്ക്ക് കീറിയോൾ അപ്പം തന്നെ തിന്നും. ആ രീതിക്കാണ് അവിടെ നോട്ടം. അങ്ങനെ സടകുടഞ്ഞ് വന്ന ഉപേന്ദ്രനും സുസ്മിതയും എന്താണ്ട് തല കുനിച്ച് ആ പോലീസ് വണ്ടിയിൽ പോകുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്നാ പോലീസ് മാഡം ശാലിനിയോട് ചോദിക്കുമ്പോൾ എല്ലാത്തിനും നന്ദി, വന്നതിനും തക്ക സമയത്ത് സഹായിച്ചതിനും എല്ലാത്തിനും വളരെ നന്ദി എന്ന് ശാലിനി സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടിയല്ലേ എന്നാ മേഡം പറയുമ്പോൾ ശാലിനി പറയുന്നു, ഇനി ഒരു ഡ്യൂട്ടി കൂടെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പണി തുടങ്ങിയിട്ടുണ്ടാവും, വീണ്ടും കാണാം എന്നും പറഞ്ഞ പോലീസ് ഓഫീസർ പോവാണ്. ശാലിനി ശാരികയുടെ അമ്മായിയമ്മയ്ക്കാണ് പണി കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ശാരികയുടെ അമ്മായിയമ്മയും ആങ്ങളെയും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. അവിടുത്തെ CI ചോദിക്കുന്നുണ്ട്, ഒരു പെണ്ണിനെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുക, അവളെ കൊല്ലാക്കൊല ചെയ്യുക, എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഈ അമ്മായിയമ്മ പോരിൻ്റെയും അമ്മാവൻ പോരിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. മക്കളും മരുമക്കളും ഒക്കെ വല്ലതുമൊക്കെ കൊണ്ടുതരുന്നത് കഴിച്ചുകൊണ്ട് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കേണ്ട സമയമായി. ഈ രാജീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം മകനല്ലേ? ചോദിച്ചിട്ട് ഒരു അഹങ്കാരത്തിൽ നിൽക്കുവാണ് ആ സ്ത്രീ. നിങ്ങളോട് ചോദിച്ചു കേട്ടില്ലേ, നിങ്ങളുടെ സ്വന്തം മകനല്ലേ എന്ന്? അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനൊരു നല്ല ജീവിതം ഉണ്ടായി കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾ അവൻ്റെ ഭാര്യയോട് പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവനൊരു സ്വസ്ഥമായ ജീവിതം ഉണ്ടാകുന്നത്? ഇവർ അമ്മായി അമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നത്തിന് നിങ്ങൾ എന്തിനാ അമ്മാവാ നിങ്ങൾ കടന്നു ചെല്ലുന്നത്? ആ മൊരടൻ അമ്മാവൻ പറയുക, ഇവളെൻ്റെ പെങ്ങളാണോ, ഇവളെ സംരക്ഷിക്കേണ്ട കടമ എൻ്റെതാണോ? വേണ്ട, നിങ്ങൾ കണ്ടില്ലേ, നോക്കിക്കേ ഇവിടെ കൈ അവൾ കടിച്ചു പൊട്ടിച്ച് വെച്ചേക്കുന്നത്. ഇതിനാര് സമാധാനം പറയും? സാറിനോട് തന്നെ ഞാൻ ചോദിച്ചത്. ഈ മണഗുണാന്തൻ ഇപ്പോൾ അടി വാങ്ങിക്കുന്ന സകല ലക്ഷണമുണ്ട്. അതുപോലെ തന്നെ താൻ കളിച്ച് പോലീസുകാരോടാണോ കളിക്കുന്നത് എന്നും പറഞ്ഞ് പെട്ടെന്ന് ആ ഓഫീസർ പെട്ടെന്ന് ആ CI അവൻ്റെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട്. അയ്യോ സാറേ, ഒന്നും ചെയ്യല്ലേ, സുഖമില്ലാത്ത ആളാ എന്നൊക്കെ സഹോദരി പറയുന്നു. അപ്പോഴങ്ങോട്ട് നമ്മുടെ ശാലിനി വരുന്നുണ്ട്. ശാലിനിയെ കണ്ടതും വാതൊക്കെ നിൽക്കുന്ന പോലീസുകാരൊക്കെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരൊന്നൊന്നര റൗഡിയാണ് ശാരികയുടെ അമ്മായിമ്മ.
സാറേ, ഇതിൻ്റെ പിന്നിൽ ആരാന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെ വിളിച്ച് പേടിപ്പിക്കണമെന്നൊക്കെ അവളുടെ അനിയത്തിയ കളക്ടർ മാഡം സാറിനെ വിളിച്ച് പറഞ്ഞായിരിക്കും. എന്നാലേ അവൾ എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എൻ്റെ മരുമകൾ ശാരികയ്ക്ക് മുഴുത്ത വട്ട. എൻ്റെ ദേഹം മുഴുവനുമേ അവൾ മാന്തിപ്പറിച്ച് വെച്ചിരിക്കുക. അതെ, ഇപ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല. 2-3 ദിവസം അവിടെ താമസിക്കുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും. ഉറക്കത്തിലേ അയ്യോന്ന് വിളിച്ചോണ്ട് ഓടും. നിൽക്കുന്ന നിപ്പിൽ ബോധം കെട്ട് വീഴും. ഉറക്കമില്ലാതെ വീടിന് ചുറ്റും രാത്രി കടന്ന് ഓടും. ഇതിനൊക്കെ പിന്നെ പ്രാന്തെന്നല്ലാതെ വേറെ എന്ത് പേരിട്ടാ സാറേ വിളിക്കേണ്ടത്? അപ്പോഴങ്ങോട്ട് വന്ന ശാലിനിയെ കണ്ട് അവളൊന്ന് ഭയക്കുന്നുണ്ട്. ശാലിനി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ഈ ഒരു തകരാറൊന്നുമേ എൻ്റെ ചേച്ചിക്ക് വീട്ടിൽ നിന്നപ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതൊക്കെ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയതാ. നിങ്ങൾ 2 പേരൂടെ ചേർന്ന് എൻ്റെ ചേച്ചിയെ പ്രാന്തിയാന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഇല്ലാ കഥകൾ. ആ മുരടൻ നിന്ന് അടി എരന്ന് തന്നെ മേടിക്കും. ശാലിനിയുടെ നേരെ ചാടുവാണ്. ഇല്ലാക്കഥയോ? ഇല്ലാക്കഥയായിട്ടാണോ ദാണ്ട് എൻ്റെ പെങ്ങളുടെ കൈ ഇങ്ങനെ കടിച്ചു പറിച്ച് വെച്ചേക്കുന്നത്? വേണ്ട, എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. അവിടെ 5 വിരലും പതിഞ്ഞ് എൻ്റെ മുഖത്ത് രക്തം ചത്ത് കിടക്കുന്ന കണ്ടോ? നിങ്ങൾ എൻ്റെ ചേച്ചിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചപ്പോഴേ ചേച്ചിക്ക് കൈയും കെട്ടി നിൽക്കാനാവില്ലല്ലോ. നിങ്ങൾ എൻ്റെ ചേച്ചിയെ ഉപദ്രവിച്ചപ്പോഴേ സ്വയം രക്ഷയ്ക്കായി പലതും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയും മുറിവുകൾ ഉണ്ടാകാമല്ലോ. അപ്പോൾ ചേച്ചി ചെയ്ത കുറ്റങ്ങളൊന്നും പൊന്നനിയെത്തി പറയത്തില്ലായിരിക്കും. ശാലിനി പെട്ടെന്ന് ആ പോലീസ് ഓഫീസറോട്, പ്രേംനാഥ്, ഇവരോട് മര്യാദയുടെ ഭാഷയ്ക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലോക്കപ്പിലിട്ട് വേണ്ട രീതിയിൽ പെരുമാറിയിട്ട് തന്നെ ചോദിക്ക്. സത്യം എന്താണെന്ന് നമുക്ക് അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. വനിതാ പോലീസിനെ ഇവിടെ വിളിക്ക്. എന്നിട്ട് ഈ സ്ത്രീയെ പൊക്കിക്കൊണ്ടുപോയി നല്ല ഇടിയങ്ങോട്ട് വെച്ചു കൊടുക്കാൻ പറ. വേണ്ട, ഇയാക്കം കൊടുക്കണം 4-5 ഇടി. അങ്ങനെ നല്ല രീതിക്ക് ഇവരെവിടെ നിന്ന് ഇറങ്ങി പോകണ്ട. ആ മൊരണനമ്മാവൻ പറയാം, അയ്യോ ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കാൻ എന്ത് കുറ്റമാ ചെയ്തത് അറിയില്ലേ നിങ്ങൾക്ക് 2 പേർക്കും എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. രാജീവ് സാർ ഹയർ സ്റ്റഡീസിനായിട്ട് വിദേശത്തോട്ട് പോയപ്പോൾ എൻ്റെ ചേച്ചി ശാരികയെ പലവട്ടം നിങ്ങൾ ദേഹോപദ്രവം ഏൽപ്പിച്ചു. സ്വയം ഒടുങ്ങാൻ വേണ്ടി നിങ്ങൾ ആത്മഹത്യയ്ക്ക് വരെ പ്രേരിപ്പിച്ചു. പിന്നെ നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന പീഡനങ്ങൾ മുഴുവൻ നിങ്ങൾ ചെയ്തു. ഒടുവിൽ എൻ്റെ ചേച്ചിയെ പ്രാന്തിയാക്കി സെല്ലിൽ അടയ്ക്കാനും നിങ്ങൾ നോക്കി. അതിന് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് സാക്ഷി. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 498A വകുപ്പ്. ഈ വകുപ്പ് പ്രകാരം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഭർത്താവോ അഥവാ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ഒരു സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ 3 വർഷത്തോളം വരുന്ന തടവ് ശിക്ഷയോ പിഴയോ അടയ്ക്കാവുന്ന ശിക്ഷയാണത്. എന്താ, അകത്തുപോയി കിടക്കണോ പെങ്ങൾക്കോ ആങ്ങളയ്ക്കും? ദാണ്ടെ എൻ്റെ ചേച്ചിയുടെ ഒരൊറ്റ ഒപ്പ് മതി 2ഉം കൂടെ അകത്തുപോയി കിടന്ന് അഴിയണ്ണാൻ. ശാലിനി ആ പോലീസ് ഓഫീസറോട് ചോദിക്കുന്നു, അപ്പോൾ ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? മാഡം, ഞാൻ രാജീവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. രാജീവ് വരട്ടെ, എന്നിട്ട് ഈ കേസ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം മാഡം. ആയ കാലത്ത് പേരക്കുട്ടികളെയും കളിപ്പിച്ച് പ്രാർത്ഥനയും വഴിപാടുമായി നടക്കേണ്ട കാലം അതിന് പകരം കാലം പോയ അമ്മായിയമ്മ പോരുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അതിനൊക്കെ കൂട്ടുനിൽക്കാനായിട്ടൊരു പൊന്നാങ്ങളെയും വേണ്ട. ഇനി ഒരു വിരലെങ്കിലും എൻ്റെ ചേച്ചിയുടെ നേർക്ക് നിങ്ങൾ ഉയർന്നെന്ന് അറിഞ്ഞാൽ ഈ ശാലിനി വിഷ്ണു ആരാണെന്നും എൻ്റെ പൊസിഷൻ എന്താണെന്നും എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ നിങ്ങൾ അറിയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശാലിനി അവിടുന്ന് പോവുകയാണ്. നമ്മുടെ സുബൈർക്ക് സംസാരിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് നടക്കാനേ പറ്റാത്തതുള്ളൂ. നൂർജഹാൻ സുബൈറിൻ്റെ അടുത്ത് പോയി കരയുവാണ്. എൻ്റെ മോള് കരയണ്ട, ഇനി എന്നെ അങ്ങനൊന്നും പടച്ചോൻ വീഴ്ത്തത്തില്ല. എൻ്റെ പടച്ചോൻ അറിയാൻ മോളെ, എൻ്റെ കുഞ്ഞിന് ഞാനല്ലാതെ മറ്റാരുമില്ലെന്ന്. പിന്നെ ഒരു കാര്യത്തിലേ ബാപ്പിച്ചിക്ക് സങ്കടമുള്ളൂ. എൻ്റെ മോളിപ്പോൾ ചിരിച്ച് കാണുന്നില്ല. ബാപ്പിച്ചി, എല്ലാം ബാപ്പിച്ചിക്ക് അറിയാവുന്നതല്ലേ. മനസ്സിന് സമാധാനം ഉണ്ടെങ്കിലല്ലേ ബാപ്പിച്ചി ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ പറ്റൂ. ഈ വീട്ടിൽ ഞാൻ എങ്ങനെയാ കഴിയുന്നതെന്ന് ബാപ്പിച്ചിക്ക് അറിയാമല്ലോ. എനിക്കെല്ലാം അറിയാം മോളെ. ഇപ്പോൾ ബാപ്പിച്ചിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ബാപ്പിച്ചി പറയും, അത് അധികം താമസിക്കാതെ എൻ്റെ മോള് കാണുകയും ചെയ്യും. നമ്മൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ എന്ത് സന്തോഷത്തോടെയാണ് ബാപ്പിച്ചി നമ്മൾ കഴിഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ മറ്റു ബന്ധുക്കളുടെ ഒന്നും അഭിപ്രായം നോക്കേണ്ട കാര്യമില്ല. മനസ്സുകൾ തമ്മിലുള്ള ഇഷ്ടങ്ങൾ തന്നെ നടക്കട്ടെ. അങ്ങനെ നമ്മുടെ സുബൈർക്ക നൂർജഹാനും അനൂപും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതം കൊടുക്കുവാണ്. നമുക്കെല്ലാം സംസാരിച്ച് ഒരു കരയ്ക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നൂർജഹാൻ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ കണ്ണുകളൊക്കെ അങ്ങോട്ട് വിടർന്നിട്ട്, ബാപ്പിച്ചി സന്തോഷത്തോടെയാണോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അതേ മോളെ, എൻ്റെ സന്തോഷമെന്ന് പറഞ്ഞാൽ അതെൻ്റെ മോളുടെ സന്തോഷമാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി ബാപ്പിച്ചി. നൂർജഹാൻ അങ്ങ് ചിരിക്കുവാണ്. കുറേ നാളുകൊണ്ട് മൂടിക്കെട്ടിയ മുഖവും മനസ്സ് മുഴുക്ക സങ്കടമായിട്ട് തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്ന നൂർജഹാൻ മനസ്സ് തുറന്ന് ഇപ്പോഴാണൊന്ന് ചിരിക്കുന്നത്. സുബൈർക്ക സന്തോഷത്തോടെ പറയാ, മതി എനിക്ക്, ഇനി മയ്യത്തായാലും കുഴപ്പമില്ല. എൻ്റെ ഈ മൊഞ്ചത്തിപ്പെണ്ണൊന്ന് ചിരിച്ച് കണ്ടല്ലോ. അങ്ങനെ ബാപ്പയും മോളും വളരെ സന്തോഷത്തോടെ ഇരിക്കുവാണ്. നമ്മുടെ സത്യാമ്മ ഈ സമയത്ത് തുണിയൊക്കെ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുവാണ്.
അങ്ങോട്ട് ശാലിനിയും രോഹിത്തും വന്നു. അത് കണ്ടോണ്ട് നമ്മുടെ രാഘവേട്ടന് ഭയങ്കര സന്തോഷം. ഫാമേ ഇങ്ങോട്ടൊന്ന് വന്നേ. ഓ, ഈ രാഘവേട്ടൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ 100 വിളി വിളിക്കും. പിന്നെയും രാഘവേട്ടൻ ഫാമേ നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിക്കേ. അത് കേൾക്കുമ്പോൾ ആരോ വന്നിട്ടുണ്ടല്ലോ എന്ന് കരുതി സത്യാമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. സത്യാമ്മ വന്ന് നോക്കുമ്പോൾ ശാലിനി കയ്യിലൊരു ഫയലുമായിട്ട് നിൽക്കുന്നു. രോഹിത്തും ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ്. ശാലിനി നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് സത്യാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നഷ്ടപ്പെട്ടു പോയ വീടും പറമ്പും നമ്മുടെ ശാലിനി പിടിച്ചെടുത്ത് സത്യാമ്മയ്ക്കും രാഘവേട്ടനും കൊടുക്കുവാണ്. ഇനി സത്യാമ്മ എന്താണ് അതിന് മറുപടി പറയാൻ പോകുന്നത്? സത്യാമ്മ വല്ല ഈഗോ കാണിച്ച് അത് വേണ്ടാതെ വെക്കുമോ എന്നുള്ളതിൻ്റെയൊക്കെ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.